നറൂട്ടോ ഷിപ്പണിലുള്ള ഡിബേറ്റിൽ എഡോ മാദ്രയും എലയോ മാദ്രയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ ശരീരാവസ്ഥയും പവർ ഔട്ട്പുട്ടും തന്നെയാണ്. എഡോ മാദ്ര എഡോ ടെൻസ് വഴി പുനർജനിച്ചതുകൊണ്ട് തന്നെ അവന് വാസ്റ്റ് ആയിട്ടുള്ള ചാക്രയും ഇൻസ്റ്റന്റ് റീജനറേഷനും മരണമില്ലാത്ത ശരീരവും തുടങ്ങിയ വലിയ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാറിൽ അവന് ഒരുപാട് സമയത്തേക്ക് നിൻജുറ്റ്സു സ്മാപ്പ് ചെയ്യാനും ഹാഷിറാമ സെൽസ് ഉപയോഗിച്ച് വുഡ് റിലീസ്, സുസനോ, റിനേഗൻ എബിലിറ്റീസ് എന്നിവയൊക്കെ ഉപയോഗിക്കാനും സാധിച്ചു. എന്നാൽ എഡോ ബോഡി ഒരു ഇംപെർഫെക്റ്റ് വെസൽ ആയതിനാൽ മാദരയുടെ യഥാർത്ഥ ഫിസിക്കൽ സ്ട്രെങ്ത്, സ്പീഡ്, റിഫ്ലെക്സ് എന്നിവയെല്ലാം പൂർണ്ണമായി പുറത്തെടുക്കാൻ സാധിക്കില്ലെന്ന് ആനിമയും മാംഗയും വ്യക്തമാക്കുന്നു. എന്നാൽ അലയു മാദ്ര സ്വന്തം ശരീരത്തിലേക്ക് തിരികെ വന്നപ്പോൾ ചാക്ര ഫ്ലോ, മസിൽ കൺട്രോൾ, സെൻസറി പെർസെപ്ഷൻ എന്നിവയെല്ലാം പൂർണ്ണമായും സിങ്ക്രണൈസ്ഡ് ആയതോടെ അവന്റെ റോ പവർ വളരെയധികം ഉയർന്നു. അതോടൊപ്പം ഹാഷിറാമ സേജ് മൂഡ്, ട്രൂ റിനേഗൻ എബിലിറ്റി, ലിംബോ ക്ലോൺസ് പോലുള്ള ടെക്നിക്സും വളരെ എഫിഷ്യൻ്റ് ആയി തന്നെ ഉപയോഗിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് കാനോൺ വൈസ് ആയി പറയുമ്പോൾ എഡോ മാദ്ര കൂടുതൽ ഹാക്സ് ആൻഡ് സർവൈവബിലിറ്റി ഉള്ളവനായിരുന്നെങ്കിലും എലയോ മാദ്ര തന്നെയാണ് ഓവറോൾ കോമ്പാറ്റ് പൊട്ടൻഷ്യലും ഫിസിക്കൽ ഡൊമിനൻസും പീക്ക് പവർ എന്നിവയിലെല്ലാം ഏറ്റവും ശക്തനെന്ന് ആരാധകരുടെയും പവർ സ്കെയിലിംഗ് ഡിസ്കഷന്റെയും പൊതുവെയുള്ള അഭിപ്രായം. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.